ഞങ്ങൾ കണ്ടുപിടിച്ചല്ലേ ഏറ്റവും മഹത്തായ കണ്ടുപിടുത്തം. അത് നീ തന്നെ. ഇതൊക്കെ എന്ത്? നിന്നെ ഓണാക്കിയ സമയം പോണാ അറിയില്ല കേട്ടോ. പാട്ടിന് പാട്ട്, ന്യൂസിന് ന്യൂസ്, എന്തെല്ലാം ഐറ്റംസാ ചങ്ങായി എൻ്റെ കയ്യില്. ഇനി എന്തൊക്കെ വന്നാലും അന്റെ തട്ട് അത് താണ് തന്നെ ഇരിക്കും. അല്ലേ, എന്നെ രാവിലെ ഓണാക്കി വെച്ചതല്ലേ. ഉറങ്ങണ സമയം ഒഴികെ എല്ലാ സമയം എന്നെ ഓണാക്കി വെക്കാന്ന് വല്ല വഴിപാടും ഉണ്ടോ? ഓണാക്കിയാ പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണല്ലോ, പിന്നെന്താ? അതല്ല, ഇടയ്ക്ക് എനിക്കൊരു റെസ്റ്റ് ഒക്കെ തന്നാ നല്ലതായിരുന്നേ. ആ റേഡിയോ അവിടെ വെറുതെ പൊടി പിടിച്ച് കിടക്കല്ലേ. അയ്യേ, അതിനൊക്കെ ആർക്ക് വേണം? തൂക്കി വിൽക്കാനേ വെക്കൂ. അപമാനം. ഞാനും ഒരു വർണ്ണ പട്ടായിരുന്നു. ഇജാണ് മുത്തേ ഞങ്ങൾ കണ്ടുപിടിച്ചതിലെ ഏറ്റവും മഹത്തായ ഐറ്റം. എന്തൊരു എന്റർടൈൻമെന്റ് ആണോ എന്നെ ഓണാക്കിയ. നീയും തയ്ച്ചു വെച്ച ഒന്ന്. ഞാനോ? ഏയ് നീയല്ല, നീ പോടാ. അതെ, ഇടയ്ക്ക് കണ്ണ് ചിമ്മൊക്കെ ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ ആ എബിലിറ്റി ഉണ്ട് എന്ന് മറന്നു പോവും. ഞങ്ങൾ കണ്ടുപിടിച്ചതിലെ ഏറ്റവും മഹത്തായ ഐറ്റം അത് ഇജ്ജാണ് മുത്തേ. എന്താ ചെയ്യാ, ദിവസത്തിൽ 24 മണിക്കൂറും എന്നെ ഇങ്ങനെ തൊട്ടുരുമിക്കൊണ്ടിരിക്കണം. ഒന്ന് ചാർജ് ചെയ്യുകയാണെങ്കിൽ പോലും എനിക്ക് റെസ്റ്റ് തരൂല. അതിന്റെ ഇടയിൽ കൂടെ എന്നെ ഉപയോഗിക്കും. അത്രയ്ക്ക് ഇഷ്ടം എന്നെ. നമ്മളിത് എത്ര കണ്ടുക്കണ്. ഇവിടെ ചിലവന്മാരുണ്ട് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ ഔട്ട്ഡേറ്റഡ് ആയിട്ട് എങ്ങനെയൊക്കെയോ ഫീൽഡിൽ പിടിച്ചു വെക്കുക. അധികം തിളക്കണ്ട, ഇന്നത്തെ ചിക്കൻ കറി നാളത്തെ താളിച്ചാറ്, അത്രേ ഉള്ളൂ. എങ്ങനെ? ഇന്ന് ഞാൻ നാളെ നീന്ന് കേട്ടിട്ടുണ്ടോ? ആ. ഇന്നലെ ഞങ്ങൾ ഇന്ന് നീന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇന്ന് നീ, നാളെ വേറെ ആരേലും, അതോ? ഇല്ലെന്നേ, കേൾക്കണ്ട, വൈകാതെ അനുഭവിച്ചോളൂ. ആയുഷ്മാൻ ഭവാനി അമ്മായി. ഈ മനുഷ്യന്മാര് എന്നെ കൂടുതൽ ഉപയോഗിക്കുന്നോണ്ടല്ലേ നിങ്ങൾക്ക് ഇത്ര അസൂയ. വിഷമിക്കണ്ട, എന്റെ അത്ര ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇല്ലാത്തോണ്ടല്ലേ. അതൊരു കുറവാന്ന് കരുതി അംഗീകരിച്ചേക്ക്. ഈ പറഞ്ഞത് എന്നും ഓർമ്മ ഉണ്ടായാ മതി, ഓർത്താ ദുഃഖിക്കേണ്ട. ആദ്യം ഒരു വിഷമൊക്കെ ഉണ്ടാവും, പിന്നീട് അത് ശീലായിക്കോളും. നിന്നെ നീ പട്ടീനെ എറിയാനേലും ഉപയോഗിക്കല്ലോ എന്ന് കരുതി സമാധാനിക്കല്ലേ വേണ്ടത്. ഈ മനുഷ്യന്മാരെ ഒറ്റ ഒന്നിനെ വിശ്വസിക്കരുത്. എന്നേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി വന്നപ്പോ ഞാൻ വെറും പഴത്തൊലി. അവന്മാരല്ലേലും അങ്ങനെയാണ് ബ്രോ. ട്രെൻഡിന്റെ പിന്നാലെയാണ് അവരുടെ പോക്ക്. ഇപ്പൊ എന്താണോ ട്രെൻഡ്, അവരെ സ്നേഹിക്കും. അപ്പൊ അതുവരെ കൂടെ ഉണ്ടായിരുന്നവരോ ഔട്ട്ഡേറ്റഡ് ആവും, ഒഴിവാക്കപ്പെടും. ജസ്റ്റ് ക്ലീഷേ ഹ്യൂമൻ തിങ്സ്. ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ വലിച്ചെറിയപ്പെട്ടതിന്റെ വേദന? ജ്യേഷ്ഠ, പോടാ ദുഷ്ട. എന്നാലും എന്നെക്കാളും മുന്തി ഒരുത്തം വന്നപ്പോ എന്നെ വെറും കറീലീസ് ആക്കിയല്ലോ. ഇനിയിപ്പൊ അടുത്ത ഔട്ട്ഡേറ്റഡ് അഡ്മിഷൻ ആരാ വരാൻ പോണെന്നാവേ. സംശയം എന്താ, ഇവന് പകരം വന്നവൻ? അത് പറയാൻ പറ്റില്ല. ചെലപ്പോ എന്തേലും ട്വിസ്റ്റ് ഉണ്ടായാലോ. അതെന്തൊരു ട്വിസ്റ്റ്? ലെറ്റ്സ് വെയിറ്റ്. ആരും കാണുന്നില്ലല്ലോ, ആരായിരിക്കും? സംശയിക്കണ്ട, ഞാൻ തന്നെ ഔട്ട്ഡേറ്റഡ് ആയി വന്ന പുതിയ അഡ്മിഷൻ. ഇപ്പൊ എന്നെക്കാട്ടിലും മെയിന് ടെക്നോളജിയാ. മനുഷ്യൻ ടെക്നോളജി സൃഷ്ടിച്ചു, ടെക്നോളജി മനുഷ്യനെ നിയന്ത്രിച്ചു.